എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. ഞാൻ വീണ്ടും വിവാഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ്, കുറച്ച് ദിവസം ഒന്ന് വിവാഹത്തിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന വിവാഹത്തിന്, അതായത് കൂടുതൽ പൈസ മുടക്കാതെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞായിരിക്കും നമ്മൾ മിക്ക വഴിപാടുകളും ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പുഷ്പാഞ്ജലിക്ക് 30 രൂപയാണെന്ന് വെക്കുക, അമ്പലം ദൂരെ ആയിരിക്കും. അപ്പോൾ രാവിലെ പോയി ചെയ്യാൻ പറയുമ്പം ചിലപ്പോൾ അന്നത്തെ സമയത്ത് നമ്മുടെ ജോലി ചിലപ്പോൾ നമ്മൾ പോകത്തില്ല. നമ്മൾ ഈ 30 രൂപ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 100 രൂപ ഓട്ടോയ്ക്ക് പോകുന്നവരുണ്ട്, വണ്ടിക്കൂലി മുടക്കി ചെയ്യുന്നവരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലി, തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഒരു ദിവസത്തെ ജോലി പോകണമെങ്കിൽ അത്രയും നഷ്ടം വരും. അപ്പോൾ നമ്മളിത് 7 ആഴ്ച തുടരെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം ജോലിക്ക് പോകുന്നെങ്കിൽ. അപ്പം നമ്മുടെ സൗകര്യം കൂടെ നോക്കി വഴിപാടുകൾ ചെയ്താൽ മതി. അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങളുടെ തടസ്സം, ജാതകദോഷങ്ങളും നവഗ്രഹദോഷങ്ങളും മാറാൻ വേണ്ടി, അതായത് ഈ പറഞ്ഞേക്കുന്ന വിവാഹാലോചനകൾ ഒട്ടും വരാത്തവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ, ഒട്ടുമിക്ക ക്ഷേത്രത്തിലൊക്കെ യക്ഷിയമ്മ ഉണ്ടാകും. യക്ഷിയമ്മ, ഈ യക്ഷിയമ്മയ്ക്ക് ചെയ്യേണ്ട വഴിപാട് എന്തെന്ന് വെച്ചാൽ, വിവാഹപരമായ തടസ്സം മാറാൻ വേണ്ടി ഒരു മുല്ലപ്പൂ മാല, ഇത് ഏകദേശം ചൊവ്വ വെള്ളി ഞായറാഴ്ച ദിവസം ചെയ്യാവുന്ന വഴിപാടാണ്. ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. അല്ലാത്തവർ എന്നാൽ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ സമയമുള്ളവർ ചൊവ്വ വെള്ളി ചെയ്യുക. ഇതൊരു 3 ആഴ്ച, അതായത് ചൊവ്വ വെള്ളി ഞായർ അങ്ങനെ കണക്ക് കൂട്ടി യക്ഷിയമ്മയ്ക്ക് വെള്ള ഉടയാടയും, അതേപോലെ തന്നെ വിവാഹപരമായി ബന്ധപ്പെട്ട് തടസ്സം മാറാൻ വേണ്ടി മുല്ലപ്പൂ മാലയും വറപൊടിയും നടത്തുന്ന വളരെ അധികം ഉത്തമമാണ്. ഇത് വിവാഹാലോചന ഒട്ടും വരാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ചില ആൾക്കാർ പറയൂ, തിരുമേനി ഒത്തിരി വഴിപാടുകൾ ചെയ്തിട്ട് ഒരു ആലോചന പോലും വരുന്നില്ല, 2 വർഷമായി 3 വർഷമായി അല്ലെങ്കിൽ 6 മാസങ്ങളായി നമ്മൾ ഒരു ചെയ്തിട്ടും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി വിവാഹം, ആ വരുന്ന ബന്ധങ്ങൾ ഉറയ്ക്കാനും തടസ്സങ്ങൾ മാറാൻ വേണ്ടി യക്ഷിയമ്മയ്ക്ക് മുല്ലപ്പൂ മാലയും വെളുത്ത ഉടയാടയും വറപൊടിയും നടത്തുക. വറപൊടി തീരാറാകുന്ന സമയത്ത് സമർപ്പിച്ചാൽ മതി. ഇത് 3 ആഴ്ചയാണ് ചെയ്യേണ്ടത്. 3 ഞായറാഴ്ച വേണമെങ്കിൽ ചെയ്യാം, 3 വെള്ളിയാഴ്ച വേണമെങ്കിൽ ചെയ്യാം, 3 ചൊവ്വാഴ്ച വേണമെങ്കിൽ ചെയ്യാം. അത് ഭക്തജനങ്ങളെ യുക്തി പോലെ ചെയ്യുക. അപ്പോൾ ഈ ലളിതമായ വഴിപാട് ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ, നമ്മൾ വിശ്വാസം അർപ്പിച്ച് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും മക്കളുടെ വിവാഹം നടക്കും. വിവാഹം ഒട്ടും ആലോചനകൾ വരാതിരിക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് ഇത്. അപ്പോൾ കൂടുതൽ ഗ്രഹനില എനിക്ക് അയച്ചു തരുവാണെങ്കിൽ വിവാഹത്തിന് ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്ന ആ ഗ്രഹത്തിനുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.